സൗദിയിൽ നിക്ഷേപകരായവർക്കും ഇനി ആകാനിരിക്കുന്നവർക്കും എല്ലാ നിയമവശങ്ങളും ഒരുപോലെ പഠിപ്പിച്ചു നൽകി മുന്നേറുകയാണ് ബിസ്അപ്പ് അറേബ്യ. ഒരു കാലത്ത് ബിനാമി ബിസിനസ് അവസാനിപ്പിച്ച് സൗദിയിൽ നിക്ഷേപകരാകാൻ അവസരം നൽകിയപ്പോൾ സ്തംഭിച്ചു നിന്നവരെ നിക്ഷേപകരാക്കി മാറ്റിയ ചരിത്രം കൂടിയുണ്ട് ബിസ്അപ്പ് അറേബ്യക്ക്. ഈ കൺസൾട്ടൻസി ഗ്രൂപ്പ് സൗദിയിൽ സൃഷ്ടിച്ച മാറ്റങ്ങളുടെ കഥയാണ് ഇനി. ബിനാമി ബിസിനസ്സുകാർ നിരനിരയായി സൗദിയിൽ നിക്ഷേപകരാകുന്ന സമയം. അന്ന് ഏറ്റവും കൂടുതൽ പേരെ നിക്ഷേപകരാക്കിയതിന്റെ ക്രെഡിറ്റുള്ള മുൻനിര കമ്പനിയായിരുന്നു ബിസ്അപ്പ് അറേബ്യ മാനേജ്മെന്റ് കൺസൾട്ടൻസ്. അതിന്റെ സിഇഒ മുഹമ്മദ് സുഹൈലിന്റെ സൗദി കഥയാണിത്. സൗദിയിലെ ജിദ്ദയിൽ പഠിച്ചു വളർന്നായിരുന്നു മുഹമ്മദ് സുഹൈലിന്റെ തുടക്കം. പിതാവിന് സൗദിയിലെ പ്രമുഖ കമ്പനിയിലായിരുന്നു ജോലി. പിറന്നതും വളർന്നതും സൗദിയിൽ. അതുകൊണ്ട് ഈ നാടിനെ നന്നായി അറിയാം. പേരൻസ് സൗദിയിൽ തന്നെയായിരുന്നു. മഗറബി ഹോസ്പിറ്റലിൻ്റെ ലോജിസ്റ്റിക്സ് വിഭാഗത്തിൽ വർക്ക് ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഫാമിലി കൂടെ താമസിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. പിന്നെ ചെറിയ ക്ലാസ് മുതൽ തന്നെ ഇവിടെ സ്കൂളിൽ പഠിക്കുകയുണ്ടായി. അതിനുശേഷം ഗ്രാജുവേഷന് വേണ്ടിയിട്ടാണ് നാട്ടിലേക്ക് പോയത്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് കൊമേഴ്സിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഡോക്ടർ അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫിനാൻസിൽ കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് ക്ലാസ്സോടുകൂടി അത് പാസ്സായുണ്ടായി. അതേസമയത്ത് തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസിയിൽ ഇൻ്റർമീഡിയറ്റ് കംപ്ലീറ്റ് ചെയ്യുകയും പിന്നീട് സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സിലെ മെമ്പർഷിപ്പ് USAയുടെ CMAയിൽ മെമ്പർഷിപ്പ് എടുക്കുകയും ചെയ്തു. ഉന്നത പഠനം പൂർത്തിയാക്കി സൗദിയിൽ തിരികെ എത്തി. പ്രമുഖ ഫാക്ടറിയിൽ ചീഫ് അക്കൗണ്ടന്റ് HR വിഭാഗം ചുമതല. ഇത് ആദ്യ ജോലിയിൽ തന്നെ ലഭിച്ചത് പ്രാവീണ്യം കൊണ്ട് തന്നെ. പിന്നീട് സൗദിയിലെ ഹോസ്പിറ്റൽ ഗ്രൂപ്പുകളുടെ ചീഫ് അക്കൗണ്ടന്റ്. ശേഷമെത്തിയ മേഖലയാണ് സൗദിയിലെ മന്ത്രാലയങ്ങളിലേക്കുള്ള ബന്ധത്തിലേക്ക് സുഹൈലിനെ എത്തിച്ചത്. സൗദിയിലെ ഭരണതലത്തിലുള്ള കുടുംബത്തിലൂടെയായിരുന്നു അത്. അതാണ് ബിസ്അപ്പ് അറേബ്യയുടെ മുതൽക്കൂട്ടും. സൗദിയിലുള്ള ഒരു റൂളിംഗ് ഫാമിലി മെമ്പറിൻ്റെ സൗദി ബിസിനസ്സിലേക്ക് അവരുടെ മാനേജറായിട്ട് ജോലി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അന്ന് അവരൊരു സൗദി റൂളിംഗ് ഫാമിലിയിലുള്ള മെമ്പർ ഒരു അറബ് നാഷണലിനെ പവർ ഓഫ് അറ്റോർണി കൊടുത്തിട്ട് അവരുടെ പല സംഭവങ്ങളും സൗദിയിലുള്ള പല സംരംഭങ്ങളും നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. ആ ഒരു സാഹചര്യത്തിലാണ് എന്നെ ആ കമ്പനിയിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യുകയും ആ ഒരു പവർ ഓഫ് അറ്റോർണിയും അതൊക്കെ നമ്മുടെ പേരിലേക്ക് വരികയും ചെയ്തു. അന്ന് വിദേശികളെ സംബന്ധിച്ചിടത്തോളം വിദേശികൾക്കും അതുപോലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും ഒരു വിദേശിയുടെ പേരിൽ പവർ ഓഫ് അറ്റോർണി കിട്ടുക എന്നുള്ളത് അത്ര പരിചിതമായൊരു സംഭവമായിരുന്നില്ല. പക്ഷേ ഞാൻ ആ റൂളിംഗ് ഫാമിലി മെമ്പറിൻ്റെ ഒരു പവർ ഓഫ് അറ്റോർണി വെച്ചിട്ട് പല ഗവൺമെൻറ് ഓഫീസുകളിലേക്കും, പ്രത്യേകിച്ച് അഗ്രികൾച്ചർ യൂണിറ്റ്, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ്, മിനിസ്ട്രി ഓഫ് ലേബർ തുടങ്ങിയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ നമുക്ക് ഈ റൂളിംഗ് ഫാമിലി മെമ്പറിൻ്റെ ബിസിനസ്സിൻ്റെ ആവശ്യാർത്ഥം പോകാൻ സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആ ഒരു മേഖലയിൽ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. അതിനുശേഷമാണ് സൗദിയിൽ ഒരു 2020 കൂടിയാണ് കോവിഡ് പീരീഡിന് ശേഷമാണ് മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കീഴിൽ ഒരുപാട് വിദേശികൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി വരികയും വിദേശികളൊക്കെ അവരുടെ നിലവിലുള്ള ബിനാമി ബിസിനസ്സുകളൊക്കെ സ്വന്തം പേരിലേക്ക് ബിസിനസ്സാക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അവസരം ലഭിക്കുന്നത്. അന്ന് മലയാളികൾക്കും ഇതര ദേശക്കാരുമായവർക്ക് കൂട്ടുനിന്നാണ് ബിസ്അപ്പ് അറേബ്യയുടെ തുടക്കം. ഏറ്റവും കൂടുതൽ മലയാളി ബിസിനസ്സുകാരുള്ള സൗദിയിലെ ജിദ്ദയിൽ നിന്ന് ആരംഭിച്ച് റിയാദിലും ഇതര പ്രവിശ്യകളിലേക്കും പടർന്നു. നേരത്തെ മന്ത്രാലയത്തിലുള്ള ബന്ധങ്ങൾ കാര്യങ്ങൾ ചെയ്യൽ എളുപ്പമാക്കി. ഏത് തരം നിക്ഷേപ ലൈസൻസുകളും ശേഷമുള്ള നടപടിക്രമങ്ങളും സാധാരണക്കാർക്ക് അനായാസം ചെയ്യാനാകും വിധമുള്ള പ്രായോഗിക വഴികളാണ് ബിസ്അപ്പിനെ ജനകീയമാക്കിയത്. ആളുകൾക്ക് ഇൻവെസ്റ്റർ ആവണം, പക്ഷേ പല കൺസൾട്ടൻസിയിലും പോകുമ്പോഴും അവർക്ക് പോലും കൃത്യമായിട്ടൊരു റിപ്ലൈ കൊടുക്കാൻ അവർക്ക് കമ്പനി ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. പക്ഷേ ഇവരുടെ കൃത്യമായിട്ടുള്ള സംശയങ്ങൾ, ഇവരുടെ ടെൻഷൻസ്, ഇവരുടെ പ്രഷറുകൾ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് അവർക്ക് കൃത്യമായിട്ട് ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടി സാധിച്ചപ്പോൾ ആളുകൾ നമ്മളിലേക്ക് കൂടുതൽ ആകർഷിക്കുകയും നമുക്ക് ധാരാളം ക്ലയൻറ്റുകളെ സർവീസ് ചെയ്യാനും സാധാരണക്കാരായിട്ടുള്ള ക്ലയൻസാണ് അവർക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരാളെന്ന നിലയിൽ അവരുടെ പ്രഷറുകൾ, അവരുടെ പ്രോബ്ലംസ് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതിനൊരു സൊല്യൂഷനും കിട്ടുന്ന രീതിയിൽ നമ്മളിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ ആളുകളുടെ പ്രോബ്ലംസ്, അവരുടെ പെയിന്, അവരുടെ ടെൻഷൻസും നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സൊല്യൂഷൻസും ഒന്നായപ്പോൾ നമുക്ക് ബിസ്അപ്പ് അറേബ്യയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി സാധിച്ചു. ഇന്ത്യക്കാരിൽ നല്ലൊരു പങ്കും ഇന്ന് സൗദിയിൽ നിക്ഷേപകരായി മാറിയിട്ടുണ്ട്. അവർക്ക് അക്കൗണ്ടിംഗ്, ബുക്ക് കീപ്പിംഗ്, ടാക്സ്, ഓഡിറ്റിംഗ്, GRO, PRO എന്നിങ്ങനെ സർവീസുകൾ തുടരുന്നു.
നിലവിൽ കൂടുതൽ നിക്ഷേപകരെത്തുന്നത് വേൾഡ് കപ്പും എക്സ്പോയും എല്ലാം മുന്നിൽ കണ്ട് UAE-യിൽ നിന്നും ഖത്തറിൽ നിന്നുമാണ്. UAE-യിൽ നിന്നും ഖത്തറിൽ ബിസിനസ്സുകാരൊക്കെ നേരത്തെ വേൾഡ് കപ്പും മറ്റും എക്സ്പീരിയൻസ് ചെയ്ത ആളുകളാണ്. അവിടുത്തെ ആവശ്യകതകളും അവിടുത്തെ ബിസിനസ്സിൽ നന്നായിട്ട് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളാണ് സൗദിയിലേക്ക് മാർക്കറ്റിലേക്ക് വരുന്നത്. അപ്പം ഖത്തറിൽ നിന്നും ധാരാളം ആളുകൾ നമ്മളിലേക്ക് എത്തുന്നുണ്ട്. UAE-യിൽ നിന്നും ഇവിടുത്തെ കൺസ്ട്രക്ഷൻ മേഖലകളിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പണ്ട് കഫീൽ ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ട പിന്തുണയെല്ലാം നിക്ഷേപകരായവർക്ക് അവർ സ്വയം പര്യാപ്തരാകും വരെ ബിസ്അപ്പ് നൽകുന്നുണ്ട്. മുമ്പ് കഫീൽ ചെയ്തിരുന്ന പല പരിപാടികളും ഇപ്പം അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് സമയത്തും ബന്ധപ്പെട്ട് കൃത്യമായിട്ട് അവരുടെ സ്റ്റാഫുകളുടെ ഇക്കാമ റിന്യൂ ചെയ്യലും അതുപോലെ വിസ ഇഷ്യൂ കാര്യങ്ങളും അതുപോലെ സാലറി പേയ്മെൻറ്റ് കാര്യങ്ങൾ അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഏറ്റെടുത്ത് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അതിൻ്റെ ഓണർ അല്ലെങ്കിൽ ഇൻവെസ്റ്ററോ മാനേജറോ ജസ്റ്റ് ഇന്നത് ചെയ്യുമെന്ന് പറഞ്ഞ് വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയക്കുമ്പോൾ കൃത്യമായ രീതിയിൽ നമ്മുടെ എംപ്ലോയീസ് ഏത് സമയത്തും അവർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള PRO സർവീസുകൾ പിന്നെ കമ്പനി ഫോർമേഷന് ശേഷമുള്ള മറ്റ് പോസ്റ്റ് സർവീസുകളുണ്ട്. പിന്നെ അവരുടെ ഓഡിറ്റിംഗ് വർഷത്തിൽ ഈ ഡിസംബർ കഴിഞ്ഞാൽ ജനുവരി മുതൽ ഓഡിറ്റിങ്ങിൻ്റെ പീരീഡാണ്. ആ സമയത്ത് അവരുടെ ഫിനാൻഷ്യൽ ഓഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സർവീസുകൾ കൺസൾട്ടൻസി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. This is for the CEO of BizUp Arabia Management Consultancy, Mr. Mohammed Suhail. Mr. Mohammed Suhail. ഈ മേഖലയിലെ ശ്രദ്ധേയമായ നേട്ടങ്ങൾക്കായിരുന്നു മീഡിയ വണിന്റെ ഈ വർഷത്തെ ബിസിനസ് എക്സലൻസ് പുരസ്കാരം ഹലാജിദ്ദയിൽ വെച്ച് സൗദി വാർത്താ മന്ത്രാലയ ഡയറക്ടർ ഹുസൈൻ ഷമരി മുഹമ്മദ് സുഹൈലിന് സമ്മാനിച്ചത്. സൊല്യൂഷൻസ് കണ്ടെത്തി അവർക്ക് വേണ്ടിയുള്ള ഗൈഡൻസ് നൽകുന്നു. The CEO of BizUp Arabia. Welcome sir and congratulations on the award. Mr. Mohammed Suhail. Congratulations. Please, a moment of applause for Mr. Mohammed Suhail. ജിദ്ദയിലെയും മദീനയിലെയും കെട്ടിടം പൊളിക്കലും നഗരവികസനവും, 2027 ഏഷ്യൻ കപ്പിനായുള്ള ഒരുക്കം, 2029 വിന്റർ ഗെയിംസിനായി ഒരുങ്ങുന്ന നിയോം, 2030 റിയാദ് എക്സ്പോ, 2034 ഫിഫ വേൾഡ് കപ്പ്. ഇത് സൗദിയുടെ സമയമാണല്ലോ. അത് തിരിച്ചറിഞ്ഞ് വരുന്നവർക്കെല്ലാം കൂടെ നിൽക്കാൻ മുഹമ്മദ് സുഹൈലിന്റെ ബിസ്അപ്പ് ഉണ്ട്. വിത്തിട്ട് മരമായി പൂവായി കായായി വിരിയും വരെ വേരുറപ്പിക്കാൻ.